സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ അബ്ദുൽ ജലീൽ, ഫിസിയോതെറാപ്പിസ്റ്റ്. നടുവേദനയുള്ളവരും അവരെ പരിചരിക്കുന്നവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. റെഡ് ഫ്ലാഗ്സ്, അതായത് അപായ സൂചനകൾ. നടുവേദന എപ്പോഴാണ് അപകടകരമാവുന്നത്, അപ്പോൾ ഏത് സമയത്താണ് നമുക്ക് കൂടുതൽ പരിശോധനകൾക്കും മറ്റും വിധേയമാകേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിർബന്ധമായും നടുവേദനയുള്ളവർ ഇത് അറിഞ്ഞിരിക്കണം. ഈ വീഡിയോ മുഴുവനായും തന്നെ കാണണം. എന്താണ് റെഡ് ഫ്ലാഗ്സ്? അപ്പോൾ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെടുന്ന, രോഗിക്ക് അനുഭവപ്പെടുന്ന ചില സിംറ്റംസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ക്ലിനീഷ്യൻ, നിങ്ങളെ നോക്കുന്ന ആൾ മനസ്സിലാക്കുന്ന ചില സൈൻസ് ആവാം. അങ്ങനെ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങൾ, ചില ലക്ഷണങ്ങൾ, ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് ചില അപായ സൂചനകളാണ്. അപ്പോൾ ഈ അപായ സൂചനകളെയാണ് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. ഈ അപായ സൂചനകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ രോഗി മറ്റു പല പരിശോധനകൾക്കും വിധേയമാകേണ്ടത് ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് നടുവേദനയോടൊപ്പം നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അതോടൊപ്പം മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് തരിപ്പ് അനുഭവപ്പെടുക, അതല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റും വേറൊരു പ്രത്യേകതരം സെൻസേഷൻ, നമ്മളതിനെ സാഡിൽ അനസീഷ്യ എന്നൊക്കെ പറയും. നമ്മൾ ഇരിക്കുന്ന ആ ഭാഗത്ത്, ചന്തയുടെ ആ ഭാഗത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, തരിപ്പ് അനുഭവപ്പെടുക, അതോടൊപ്പം രണ്ട് കാലിലേക്കും കുഴയുന്ന പോലുള്ള ശക്തമായ വേദന വരിക. ഈ ലക്ഷണങ്ങൾ, ഇതിൽ പ്രധാനമായ ലക്ഷണം എന്ന് പറയുന്നത് മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ക്രമേണ ഭാവിയിൽ അത് മൂത്രമറിയാതെ പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും. പക്ഷേ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നടുവേദനക്കാരിൽ കണ്ടാൽ വളരെ വേഗം തന്നെ, എത്രയും വേഗം ആശുപത്രിയിൽ എത്തുക. ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. എത്തേണ്ട ആശുപത്രി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിരിക്കുക, അതായത് മറ്റ് ഓപ്പറേഷനും മറ്റും സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് എത്തുക എന്നർത്ഥം. ഇനിയുള്ളത് പനിയും നടുവേദനയും ഒരുമിച്ച് വരികയാണെങ്കിലും എത്രയും വേഗം പരിശോധനകൾക്ക് വിധേയമാകണം. അതും ഒരു റെഡ് ഫ്ലാഗ് ആണ്. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന വെയിറ്റ് ലോസ്, കുറച്ച് നാളായിട്ട് ശരീരഭാരം വളരെയധികം കുറയുന്നുണ്ട്, അതോടൊപ്പം നടുവേദനയുണ്ട്, അതും ഒരു അപായ സൂചനയാണ്. ഇനിയുള്ളത് രാത്രിയിലെ വേദന. ഇപ്പോൾ രാത്രിയിലെ നടുവേദന നമുക്ക് പലർക്കും ഉണ്ടാകും. അത് ചിലപ്പോൾ കൂടിയും കുറഞ്ഞും ഇരിക്കും. പക്ഷേ ഈ പറയുന്ന വേദന കൂടുന്നുമില്ല, കുറയുന്നുമില്ല, ചിലപ്പോൾ കൂടുന്നുണ്ട്. അത് ഏത് പൊസിഷനിൽ കിടന്നാലും നിങ്ങൾക്കൊരു മാറ്റവുമില്ല, ദിവസങ്ങളോളമായിട്ട് മാറ്റം വരുന്നില്ല രാത്രിയിലെ വേദനയെങ്കിലും ഈ പറയുന്ന എത്രയും വേഗം ഡോക്ടറെ കാണുകയും അത് പരിശോധനകൾക്ക് വിധേയമാവുകയും വേണം. അത് നടുവേദനയും കൂടത്തിൽ വിശപ്പില്ലായ്മയും വന്നാൽ അതും, അതോടൊപ്പം തന്നെ ശരീരഭാരം കുറയുകയും വന്നാലും ഇതൊരു അപായ സൂചന തന്നെയാണ്. അപ്പോൾ അതും വളരെ വേഗം തന്നെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് എത്തേണ്ടത് ആവശ്യമാണ്. ഇനി സ്ത്രീകളിൽ നടുവേദനയും വയറുവേദനയും, അല്ലെങ്കിൽ ചിലപ്പോൾ വജൈനൽ ബ്ലീഡിങ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ അടുത്ത് എത്തുക. ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റു പല ചികിത്സാ രീതികൾക്ക് പോകുന്നതിന് മുമ്പേ നിർബന്ധമായും ചിലപ്പോൾ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത്തരം കാര്യങ്ങളിലേക്ക് എത്തണം എന്നാണ് ഈ പറയുന്നത്. ഈ പറയണതൊക്കെ തന്നെ അപായമാണ്, പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഇതൊന്നും പേടിപ്പെടുത്താനല്ല, നമുക്ക് പരിശോധന നടത്തണം എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ഇതെല്ലാം അപകടത്തിലേക്ക് എത്തും എന്നാരും കരുതരുത്. ഇനി ഇതുപോലെ തന്നെയാണ് കഴുത്ത് വേദനയുള്ളവരിൽ, അതോടൊപ്പം തന്നെ കാലിന് വേദന വരിക, കാലിനൊരു അൺസ്റ്റഡിനെസ്, ബാലൻസ് ഇല്ലായ്മ വരിക, അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികൾ നടുവേദന പറയുകയാണെങ്കിലും അതും ഒരു അപായ സൂചനയാണ്. അപ്പോൾ അതും എത്രയും വേഗം പരിശോധനകൾക്ക് വിധേയമാണ്. ഇനിയുള്ളത് ട്രോമയാണ്. നിങ്ങൾക്ക് വീഴ്ചയോ വല്ലതും സംഭവിച്ചു, അതിനുശേഷമുള്ള നടുവേദന. അപ്പോൾ അത് നിർബന്ധമായിട്ടും എക്സ്റേയോ MRIയോ CT സ്കാനോ പോലുള്ള പരിശോധനകൾക്ക് വിധേയമാണ്. പലപ്പോഴും അത് നമ്മൾ അറിയാതെ സ്പൈനൽ ഫ്രാക്ചറൊക്കെ ഉണ്ടാവാം. ഈ ഫ്രാക്ചർ ഉണ്ടായാലും നിങ്ങൾക്ക് സുഖമായിട്ട് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ പറ്റും. പക്ഷേ ചിലപ്പോൾ അത് തന്നെ നമ്മുടെ സുഷ്മിനിലേക്ക്, ഇത് ഫ്രാക്ചർ ഇങ്ങോട്ട് തള്ളിയിട്ട് സുഷ്മിനിലേക്ക് തട്ടി കാലുകൾക്ക് തളർച്ചയോ മറ്റോ വരാം. അപ്പോൾ അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപാരമായ ക്ഷീണവും നടുവേദനയും ഒന്നിച്ച് വന്നാലും അതും ഒരു അപായ സൂചനയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ ആണോ, ഇൻഫെക്ഷൻ ആണോ, അതോ കോഡായ്ക്കനോ സിൻഡ്രോം ആണോ, അതോ ട്രോമ, എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വീഡിയോയിൽ